ഹായ് ഗായ്സ്, ഗലിബ്രോ യൂട്യൂബ് ചാനൽ അവർക്ക് സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിഫ്ത്ത് വീക്ക് എഫിഷ്യനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇന്നലെ രാത്രിയോടെ ഹോട്ട്സ്റ്റാറിൽ അവസാനിച്ചിരിക്കുന്നത്. നമ്മളൊരു ഫൈനൽ വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ 15 മത്സരാർത്ഥികളാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ 2-3 മത്സരാർത്ഥികളാകും പുറത്താകുന്നത്. എന്തായാലും ഇന്ന് ലാലേട്ടൻ്റെ ഷൂട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളെ അതിൻ്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സന്ദർശിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം നിങ്ങൾ ആരാണ് പുറത്താകാൻ ആഗ്രഹിക്കുന്നതും കൂടെ വീഡിയോയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഏതായാലും ഫൈനൽ വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് അനുമോൾ തന്നെയാണ് തുടരുന്നത്. വോട്ടിങ്ങിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല രീതിയിലൊരു മുന്നേറ്റം നടത്തിയ ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ. വോട്ടിംഗ് അവസാനിക്കുമ്പോൾ 37,002 വോട്ട് നേടി 1-ാം പൊസിഷനാണ് ഉള്ളത്. 2-ാം പൊസിഷനിൽ അനീഷാണ് ഉള്ളത്. ഒരു കോമഡറായിട്ട് വന്നതിന് ശേഷം വമ്പിച്ചൊരു മുന്നേറ്റം നടത്തി ഷാനവാസുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ വോട്ടിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ 2-ാം പൊസിഷൻ പിടിച്ചെടുത്തിരിക്കുകയാണ് അനീഷ്. ഇപ്പോൾ 32,300 വോട്ട് നേടി 2-ാം പൊസിഷനാണ് ഉള്ളത്. 3-ാം പൊസിഷനിൽ ഷാനവാസാണ് ഉള്ളത്. ഷാനവാസ് വോട്ടിങ്ങിന് തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തിയെങ്കിലും ഇടയ്ക്ക് വെച്ച് അനീഷുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ട് വോട്ടിംഗ് അവസാന ഘട്ടത്തിൽ 3-ാം പൊസിഷനാണ് ഉള്ളത്. ഇപ്പോൾ 4-ാം പൊസിഷനിൽ നൂറയാണ് ഉള്ളത്. നൂറയും അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം തുടക്കത്തിൽ കാഴ്ചവെച്ചിരുന്നു. എന്നാൽ വോട്ടിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ 4-ാം പൊസിഷനാണ് ഉള്ളത്. 28,800 വോട്ടാണ് നേടിയിരിക്കുന്നത്. 5-ാം പൊസിഷനിൽ ജിസേൽ തക്രാൾ തന്നെയാണ് തുടരുന്നത്. തൻ്റെ പൊസിഷൻ തുടക്കം മുതൽ 5-ാം പൊസിഷനിൽ തന്നെ നിലനിർത്തിയ ഒരു മത്സരാർത്ഥിയാണ്. ഇപ്പോഴും സുരക്ഷിതമായി തന്നെയാണ് തുടരുന്നത്. 27,980 വോട്ട് നേടി വോട്ടിംഗ് അവസാന ഘട്ടത്തിൽ 5-ാം പൊസിഷനാണുള്ളത്. 6-ാം പൊസിഷനിൽ രേണുസുതിയാണുള്ളത്. രേണുസുതി പുറത്തു പോകുമെന്ന് വിചാരിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ രേണുസുതിയുടെ ഫാൻസിൻ്റെ വോട്ട് നന്നായിട്ട് കയറി. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് അവസാന ഘട്ടത്തിൽ 6-ാം പൊസിഷനാണുള്ളത്. 23,400 വോട്ടാണ് നേടിയിരിക്കുന്നത്. 7-ാം പൊസിഷനിൽ ആദിലയാണുള്ളത്. ആദില സേഫ് സോണിലാണ്. 100% ഉറപ്പിക്കുക ആദില സേഫാണെന്ന്. 23,007 വോട്ട് നേടിയാണ് 7-ാം പൊസിഷനിലുള്ളത്. 8-ാം പൊസിഷനിൽ അക്ബർ ഖാനാണുള്ളത്. അക്ബറും വോട്ടിങ്ങിൻ്റെ അവസാന മണിക്കൂറുകളിൽ സേഫാണെന്ന് തന്നെ പറയാം. വോട്ടിംഗ് അവസാനിച്ചപ്പോൾ 22,600 വോട്ട് നേടി സേഫ് സോണായ 8-ാം പൊസിഷനാണ് നിലനിൽക്കുന്നത്. 9-ാം പൊസിഷനിൽ അഭിലാഷാണ് തുടരുന്നത്. അഭിയും ഏകദേശം ഒരു കയ്യലപ്പുറത്ത് തേങ്ങ പോലെ തന്നെയാണ്. എന്നിരുന്നാൽ കൂടെ 9-ാം പൊസിഷനിലായതുകൊണ്ട് തന്നെ 22,550 വോട്ടിൻ്റെ ബലത്തിൽ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഒരു സേഫ് സോണിൽ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 10-ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യനാണ് ഉള്ളത്. വോട്ടിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ ഡേഞ്ചർ സോണിലേക്ക് പോയെങ്കിലും വോട്ടിംഗ് അവസാനിക്കുമ്പോൾ 19,700 വോട്ട് നേടി ഒരു 10-ാം പൊസിഷനിൽ നിന്ന് ഒരു സേഫ് സോണിലേക്ക് വന്നിട്ടുണ്ട്. 11-ാം പൊസിഷനിൽ അപ്പനിശരത്താണുള്ളത്. ഡേഞ്ചർ പൊസിഷനാണ്. അപ്പനിശരത്ത് ഇപ്പോഴും ഡേഞ്ചർ സോണിൽ തന്നെയാണെന്ന് പറയാം. ഇപ്പോൾ 19,560 വോട്ട് നേടി വോട്ടിംഗ് അവസാന ഘട്ടത്തിൽ 11-ാം പൊസിഷനാണുള്ളത്. 12-ാം പൊസിഷനിൽ റന ഫാത്തിമയാണുള്ളത്. റന ഫാത്തിമ പുറത്തു പോകാൻ ചാൻസ് ഏറ്റവും കൂടുതൽ കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ്. ഇപ്പോൾ വോട്ടിംഗ് അവസാന ഘട്ടത്തിൽ 19,350 വോട്ട് നേടി അപ്പനിശരത്തുമായിട്ട് വളരെ ചെറിയൊരു വോട്ട് വ്യത്യാസത്തിൽ 12-ാം പൊസിഷനാണുള്ളത്. 13-ാം പൊസിഷനിൽ ഒനിൽ സാബു ആണുള്ളത്. 3 പേരാണ് ഇത്തവണ പുറത്തു പോകുന്നതെങ്കിൽ അതിലൊരാൾ ഒനിൽ സാബു ആണെന്ന് ഉറപ്പിച്ച് പറയാവുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണുള്ളത്. 19,250 വോട്ട് നേടി 13-ാം പൊസിഷനാണുള്ളത്. 14-ാം പൊസിഷനിൽ കഴിഞ്ഞ തവണ പുറത്താകാതിരുന്ന ആര്യനായിരിക്കും ഇത്തവണ പുറത്തു പോകുന്നത്. കാരണം കഴിഞ്ഞ തവണ നേരിയ ഒരു വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ 19,199 വോട്ട് നേടി 14-ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലാണ് പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ്. 15-ാം പൊസിഷനിൽ അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷാണ്. ശൈത്യ സന്തോഷ് ഈ തവണ പുറത്തു പോകുന്നതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വോട്ടിംഗ് അവസാന ഘട്ടത്തിൽ 19,005 വോട്ട് നേടി ഡേഞ്ചർ സോണായ 13-ാം പൊസിഷനാണുള്ളത്. താങ്ക് യു.